യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നിട്ടും ആഗ്രഹം പറഞ്ഞാല് സൂര്യക്ക് അത് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞാലല്ലേ സൂര്യക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഭാവനയെ തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ആന്റി കണ്ടുപിടിച്ചൊരു കുറുക്ക് വഴിയാണ് ഈ രോഗാവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല സേതു, ഒരിക്കലും ജയ അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ പറയാൻ പറ്റില്ല സാർ. പഴയ അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും ചിന്തിക്കും. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ സേതു ഏട്ടാ? ആന്റിക്ക് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് അങ്കിളും സൂര്യ അറിഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ട് ആന്റിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഭാവനയെ കാണിച്ചില്ല? അവളൊരു നേഴ്സല്ലേ. ഭാവന റിപ്പോർട്ട് കണ്ടില്ലെന്ന് അറിഞ്ഞോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഡോക്ടർ ആ റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിരിക്കുക. അങ്ങളെ ഇതിന്റെ പിന്നിൽ എന്തോ നല്ല രീതിയിൽ സ്കെച്ചിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല സേതു. ഭാവന എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ഒരാൾക്ക് അവളൊരു ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവളോട് ഒഴിഞ്ഞു പോയത്. സേതു, നേരത്തെ ജയ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തിന്? ഭാവനയെ തോൽപ്പിക്കാൻ വേണ്ടി സൂര്യയുടെ കല്യാണം വരെ നടത്താൻ പോയില്ലേ? പക്ഷെ ഇപ്പൊ ആ പഴയ ജയ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ അങ്കിൾ, അങ്കിളിന്റെ അഭിപ്രായം 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കാം. എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം അങ്കിളിനും സൂര്യക്കും ചെയ്യാവോ? എന്താ സേതു ഏട്ടാ? ആന്റിയെ മറ്റൊരു ഡോക്ടറെ കൂടെ കാണിക്കാൻ ശ്രമിക്കാവോ? സാധാരണ ഇങ്ങനൊരു അസുഖം വരുന്നവരെ മറ്റു പല ഡോക്ടേഴ്സിനെയും കാണിക്കാറുണ്ടല്ലോ. ഇവിടെ ആന്റി സ്വന്തമായിട്ട് തീരുമാനിച്ച ഡോക്ടറെ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാ സേതു പറയുന്നത്? ആന്റിക്ക് ഈ പറഞ്ഞ പോലുള്ള അസുഖം ഉണ്ടെങ്കിൽ